ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് എലിമിനേഷൻ മെത്തേഡാണ്. ഓക്കെ, ഇപ്പോൾ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസിൻ്റെ തേർഡ് ലെക്ചറാണ് ഇത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രാഫിക്കൽ മെത്തേഡ് പഠിച്ചു, അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പഠിച്ചു. ഇനി തേർഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എലിമിനേഷൻ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നേരത്തെയൊക്കെ യൂസ് ചെയ്ത ഒരു എക്സാമ്പിൾ തന്നെ ഫസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തു നമ്മൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5ഉം അതുപോലെ തന്നെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്ത സെയിം പ്രോബ്ലം ആണിത്. ഇപ്പോൾ എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ, ആ രണ്ട് ഇക്വേഷനിൽ നിന്ന് എക്സ് അല്ലെങ്കിൽ വൈ, ഓക്കെ, അതിലേത് വേരിയബിൾ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. എലിമിനേറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? പുറത്താക്കണം, ഓക്കെ, അല്ലെങ്കിൽ കളയണം. അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കളയാൻ എളുപ്പം വൈ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ വൈനെ ഞാനൊന്ന് റെഡിൽ എഴുതാം. ഇവിടെ പ്ലസ് വൈ, ഇവിടെ മൈനസ് വൈ ഉണ്ട്. ഓക്കെ, ഈ വൈനെ എങ്ങനെ കളയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യുകയാണെന്ന് വെച്ചോ. ആഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ആ ഇക്വേഷൻസിനെ ഇങ്ങനെ ഒന്നിൻ്റെ താഴെയായിട്ട് എഴുതുക. ആ എക്സ് രണ്ടും ഒരേ ലൈനിൽ വരണം, വൈ രണ്ടും ഒരേ ലൈനിൽ, അതുപോലെ ഈക്വൽ ടു എന്നും പറഞ്ഞ് റൈറ്റ് ഹാൻഡ് സൈഡും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നമുക്കിപ്പോൾ വൈ ആണ് നമുക്ക് ഒഴിവാക്കേണ്ടത്. നമ്മൾ വൈനെയാണ് എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ പ്ലസ് വൈ എന്നാണ് കിടക്കുന്നത്, ഇവിടെ മൈനസ് വൈ ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ, ഈ വൈ പ്ലസ് മൈനസ് വൈ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് വൈ പോയിക്കോളും. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ, രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ എക്സ് തമ്മിൽ ഒരുമിച്ച് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്? എക്സ് പ്ലസ് എക്സ് എന്ന് വരും. അപ്പോൾ എക്സ് പ്ലസ് എക്സ്. ഓക്കെ, ഇവിടെ അടുത്തത് വൈ മൈനസ് വൈ എന്ന് വരും. അപ്പോൾ അത് 0 ആയി പോകും. അതായത് വൈ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് തന്നെ. ഓക്കെ, ഈക്വൽ ടു 5 + 1 എന്ന് വരും. ഓക്കെ, 5 + 1. അപ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത്? എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2x ഈക്വൽ ടു 5 + 1 എന്ന് പറയുമ്പോൾ 6. അപ്പോൾ എക്സ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 2, അതായത് 3 എന്ന് വാല്യൂ കിട്ടും. ഇനി ഈ 3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ ഏതെങ്കിലും മുകളിലത്തെ രണ്ട് ഇക്വേഷനിൽ, ഇഷ്ടമുള്ള ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്നാണ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ അതിൽ ഞാൻ എക്സിന് നമുക്ക് 3 എന്നുള്ള വാല്യൂ കിട്ടിയല്ലോ. അപ്പോൾ ഈ എക്സിന് പകരം അവിടെ 3 ഇടുന്നു. അപ്പോൾ 3 + വൈ ഈക്വൽ ടു 5. അപ്പോൾ ഈ 3 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് വരും. അപ്പോൾ വൈ ഈക്വൽ ടു 5 - 3, അതായത് 5 - 3 എന്ന് പറയുമ്പോൾ 2 വരും. ഓക്കെ, അപ്പോൾ വൈയുടെ വാല്യൂ 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മളത് എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു, കാരണം ഇവിടെ വൈയും ഇവിടെ മൈനസ് വൈയും ആയിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, അത് എപ്പോഴും അങ്ങനെ എളുപ്പമായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. ഇപ്പോൾ നമുക്ക് എഴുതാം 2x + 3y ഈക്വൽ ടു 8. അതുപോലെ തന്നെ 3x + 2y ഈക്വൽ ടു 7. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ എന്ത് ചെയ്താലും എക്സും പോകാൻ പോകുന്നില്ല, വൈയും പോകാൻ പോകുന്നില്ല. ഓക്കെ, കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ വെറുതെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x + 3x 5x എന്നേ വരുള്ളൂ. സബ്ട്രാക്ട് ചെയ്ത് എന്ത് വരും? 2x - 3x -x എന്ന് വരും. അതുപോലെ തന്നെയാണ് വൈക്കും. ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ഒന്നും എലിമിനേറ്റ് ആവാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കുക ഏതിനെ എലിമിനേറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തൽക്കാലം എക്സിനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത് എക്സിനെയാണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻസ് നോക്കാം. ഇവിടെ 2 ആണ്, അതുപോലെ ഇവിടെ 3 ആണ്. ഫസ്റ്റ് ഇക്വേഷനിൽ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ 2ഉം സെക്കൻഡ് ഇക്വേഷനിൽ 3 ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിനെയും സെയിം നമ്പറായിട്ട് മാറ്റണം. അപ്പോൾ സെയിം നമ്പറായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ എന്താ അഡ്വാൻറ്റേജ്? നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. ഓക്കെ, അപ്പോൾ ഈ 2നെയും 3നെയും ഒരു സെയിം നമ്പറിലേക്ക് എത്തിക്കണം. അപ്പോൾ ശരിക്കും അത് നോക്കേണ്ടത് 2യുടെയും 3യുടെയും LCM നോക്കിയാൽ മതി. ഓക്കെ, 6 ആയിരിക്കും. അപ്പോൾ 2യുടെയും 3യുടെയും LCM. അപ്പോൾ 2നെ എങ്ങനെ 6ലേക്ക് എത്തിക്കാം? നമ്മൾ
3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2നെ 6 ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷനെ ഫുള്ളായിട്ട് തന്നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ അടുത്തത് എന്താണ്, സെക്കൻഡ് ഇക്വേഷനിൽ 3 ആണ് അല്ലേ, ആ 3നെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 ആവുന്നത്, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 6 ആക്കണമെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ഇക്വേഷനെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 3 × 2 6x എന്ന് വരും. പിന്നെ അടുത്തത് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ, അതാണ് ഫുള്ളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 × 3y ചെയ്യണം. അപ്പോൾ 3 × 3 9, അപ്പോൾ പ്ലസ് 9y ഈക്വൽ ടു 3 × 8 ചെയ്യണം. 3 × 8 എന്ന് പറയുമ്പോൾ 24 എന്ന് വരും. ആ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇതിൽ എത്ര ടേംസ് ഉണ്ടോ അതിനെല്ലാം തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അവിടെ മിസ്റ്റേക്ക് വരരുത്. വെറുതെ ഫസ്റ്റ് 2x മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, അതിലുള്ള ബാക്കി എല്ലാത്തിനെയും ഈ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ താഴെ ഇപ്പോൾ 2 × 3x എന്ന് പറയുമ്പോൾ 2 × 3 6x എന്ന് വരും. അതിനുശേഷം അടുത്ത് 2 × 2y എന്ന് വരും. അപ്പോൾ 2 × 2 4, അപ്പോൾ 4y എന്ന് വരും. ഈക്വൽ ടു 2 × 7 എന്ന് വരുമ്പോൾ 14 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ ഇക്വേഷൻസും ഈ ഫസ്റ്റുള്ള ഇക്വേഷൻസും സെയിം ആണ്, അതിന് മാറ്റമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് എല്ലായിടത്തും നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഇക്വേഷൻ തന്നെ കിട്ടും. ഓക്കെ, അതുപോലെ ഫസ്റ്റ് ഇക്വേഷനെ കംപ്ലീറ്റ് 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ഫസ്റ്റ് മുകളിലുള്ള ഇക്വേഷൻസ് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മൾ ഇക്വേഷനിലൊന്നും മാറ്റം വരുത്തിയില്ല. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെയും 6x കിട്ടി, ഇവിടെയും 6x കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി ഈ ഇക്വേഷൻസ് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, 6x - 6x എന്ന് വരുമ്പോൾ 0 എന്ന് വരും. അപ്പോൾ നമുക്കത് മൈനസ് ചെയ്യാം. അപ്പോൾ 6x - 6x 0x എന്ന് വരും. ബാക്കി എന്താണ് വരുന്നത്, ഇവിടെ 9y - 4y എന്ന് വരും. അതുപോലെ ഇവിടെ എന്ത് വരും, 24 - 14 എന്ന് വരും. അപ്പം 9y - 4y എന്ന് പറയുമ്പോൾ അത് 5y ആയിരിക്കും. ഈക്വൽ ടു 24 - 14 എന്ന് പറയുമ്പോൾ 10 എന്ന് വരും. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു എന്താണ്, 10 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിലേതെങ്കിലും ഇക്വേഷൻ എടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എടുക്കുകയാണെങ്കിൽ 2x + 3y ഈക്വൽ ടു 8. അപ്പോൾ ഇതിൽ നമുക്ക് ഓൾറെഡി വൈന് 2 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 2x പ്ലസ് ആ വൈയുടെ വാല്യൂ അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 × 2, വൈക്ക് പകരം 2 എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, ഈക്വൽ ടു 8. അപ്പോൾ 2x + 3 × 2 എന്ന് പറഞ്ഞാൽ 6 ഈക്വൽ ടു 8. ഇപ്പോൾ ഈ 6 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് വരും. അപ്പോൾ 2x ഈക്വൽ ടു 8 - 6 എന്ന് വരും, 2 എന്ന് വരും. അപ്പോൾ x ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 2 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ 2ഉം എക്സിൻ്റെ വാല്യൂ 1ഉം ആണ്. ഓക്കെ, അപ്പോൾ ദെയർഫോർ x ഈക്വൽ ടു 1, y ഈക്വൽ ടു 2. അതായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോഎഫിഷ്യൻസ് സെയിം ആക്കാം. ഓക്കെ, അതെപ്പോഴും എക്സിൻ്റെ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ വൈയുടെ ആണെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യൻസ് സെയിം ആക്കാനായിട്ട് ആ 2 നമ്പറിൻ്റെ, അതായത് ഓൾറെഡി കിടക്കുന്ന കോഎഫിഷ്യൻസിൻ്റെ LCM വേണം കാണാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2ഉം 3 ആയിരുന്നപ്പോൾ 6 ആണ് അതിൻ്റെ LCM. അപ്പോൾ LCM കണ്ടിട്ട് ആ LCMലേക്ക് ആക്കണമെങ്കിൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ആ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ ഇക്വേഷനെ കംപ്ലീറ്റ് ആ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ 6 ആക്കണമെന്നുണ്ടെങ്കിൽ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 വെച്ച് ഈ കംപ്ലീറ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടും. അതുപോലെ തന്നെ അടുത്ത ഇക്വേഷനും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണത് എലിമിനേഷൻ മെത്തേഡ് ചെയ്യുന്നത്. അതിൽ എക്സ് അല്ലെങ്കിൽ വൈ ഇതിനൊന്നിനെ നമ്മൾ ഒഴിവാക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലാകെ ഒരു ഒറ്റ വേരിയബിൾ ഉണ്ടാവുള്ളൂ, എക്സും വൈയും ഉണ്ടാവില്ല, പകരം ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് നമുക്ക് സുഖമായിട്ട് ഇതുപോലെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ എടുത്ത് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആയാലും കുഴപ്പമില്ല, സെക്കൻഡ് ആയാലും കുഴപ്പമില്ല, ആൻസർ സെയിം ആയിരിക്കും. അത് ഏതാണോ എളുപ്പം അല്ലെങ്കിൽ ഏതാണോ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ, ആ ഇക്വേഷൻ സെലക്ട് ചെയ്യുക, അതിൽ വാല്യൂ ഇടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.